ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ് സ്ലെൻഡർ കോളത്തിൻ്റെ. ഡിറ്റർമൈൻ ദ റീഇൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് ഫോർ എ കോളം വിച്ച് ഈസ് റീസ്ട്രെയിൻഡ് വിത്ത് സ്വേ വിത്ത് ഫോളോയിങ് ഡാറ്റ. സൈസ് ഓഫ് ദി കോളം ഈസ് 400 by 300 mm. Grade of concrete is equal to M30. Characteristic strength of reinforcement 415 MPa. LEX is equal to 6 meter. LEY is equal to 5 meter. Unsupported length is equal to 7 meter. പിന്നെ factored load PU is equal to 1500 kilonewton. Factored moment at direction of larger dimension is equal to 40 kilonewton at the top and 22.5 kilonewton meter at bottom. Factored moment in direction of shorter dimension is equal to 30 kilonewton meter at top and 20 kilonewton meter at bottom. The column is bent in double curvature. അപ്പോൾ ഇതാണ് പ്രോബ്ലം. നമ്മൾ സ്റ്റെപ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിന് അനുസരിച്ചിട്ട് എന്താ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ചെക്ക് ഫോർ സ്ലെൻഡർനെസ് റേഷ്യോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതായിരുന്നു, ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷേ ഇതിൽ ഓൾറെഡി ഇഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ട് എന്താണ് നമുക്കത് എടുക്കേണ്ട. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2 നമ്മളെ സ്റ്റെപ്പ് 1 ആയിട്ട് നമുക്ക് എന്താണ് ചെക്ക് ഫോർ സ്ലെൻഡർനെസ് റേഷ്യോ. LEX divided by DX. That is equal to LEX എന്ന് പറഞ്ഞാൽ 6 meter ആണ്. അപ്പോൾ 6 into 1000 divided by DX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ്. DX 400ഉം DY നമ്മൾ എന്താണ് ഷോർട്ടർ ഡയമെൻഷനായിട്ടാണ് എടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അത് ഗ്രേറ്റർ ദാൻ 12 ആണ്. അപ്പോൾ എന്താണ് അത് എന്താ പറയുക, ഗ്രേറ്റർ ദാൻ 12 ആണ്. ആ ഒരു വിത്ത് റെസ്പെക്റ്റ് ടു ആ ഒരു ആക്സിസ് എന്താണ് സ്ലെൻഡർ എന്ന് പറയാൻ പറ്റും. ഇനി LEY ഡിവൈഡഡ് ബൈ DY ഈസ് ഈക്വൽ ടു 5000 ഡിവൈഡഡ് ബൈ 300 ഈസ് ഈക്വൽ ടു 16.66. അതും ഗ്രേറ്റർ ദാൻ 12 ആണ്. അപ്പോൾ ഇതൊരു സ്ലെൻഡർ കോളാണ്. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനാണ്. കാൽക്കുലേഷൻ ഓഫ് മിനിമം എക്സെൻട്രിസിറ്റി. അപ്പോൾ EX മിനിമം ഈസ് ഈക്വൽ ടു എന്താണ് L/500 പ്ലസ് DX/30 ആണ്. അത് നമ്മൾ കോഡിലുണ്ട്. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്, അതായത് 7000 ഡിവൈഡഡ് ബൈ 500. DX എന്താണ് 400/30. അത് ഈസ് ഈക്വൽ ടു 27/33 mm ഓർ 20 ആണ് വരിക. അപ്പോൾ എന്താണ് മാക്സിമം വാല്യൂ 27.33 തന്നെ എടുക്കും EX മിനിമം. EY മിനിമം എന്ന് പറഞ്ഞാൽ L/500 പ്ലസ് DY/30, അതായത് 7000 ഡിവൈഡഡ് ബൈ 500 പ്ലസ് 300 ഡിവൈഡഡ് ബൈ 30. അത് വരുന്നത് 24 mm ഓർ 20. അപ്പോൾ എന്താണ് 24 mm ആണ് ഇത് മിനിമം എക്സെൻട്രിസിറ്റി കിട്ടുക. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് 2ഉം കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് 3, കാൽക്കുലേഷൻ ഓഫ് ഇനീഷ്യൽ മൊമെൻറ്റ്. ഓക്കെ, ഇനീഷ്യൽ മൊമെൻറ്റ് അല്ലെങ്കിൽ പ്രൈമറി മൊമെൻ്റ് എന്ന് പറയും. ഇത് നമുക്ക് എന്താണ് നമ്മുടെ കോഡിലെ ക്ലോസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു ക്ലോസിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MUX I ഈസ് ഈക്വൽ ടു 0.6 MU2 മൈനസ് 0.4 MU1. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് MU2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ വാല്യൂ ആയിട്ടും MU1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ വാല്യൂ ആയിട്ട് എടുക്കണം. അപ്പോൾ വിത്ത് എക്സ് ആക്സിസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്താണ് നമ്മൾ MU2 MU1 എടുക്കുന്നത്.
അപ്പോൾ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഫാക്ടേർഡ് മൊമെൻറ്റ് അറ്റ് ദ ഡയറക്ഷൻ ഓഫ് ലാർജർ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂസാണ്. ലാർജർ ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോ ന്യൂട്ടനും 22 കിലോ ന്യൂട്ടനുമാണ്. അപ്പോൾ MU2 നമ്മളെന്താണ് അതിലെ ഗ്രേറ്റർ വാല്യൂം MU1 അതിലെ സ്മോളർ വാല്യൂം ആണ് എടുക്കേണ്ടത്. അപ്പോൾ എന്താണ് 0.6 ഇൻറ്റു MU2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 40 ആണ്, മൈനസ് 0.4 ഇൻറ്റു MU1 എന്ന് പറയുമ്പോൾ 22.5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കിട്ടുന്നത് 12 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ്. നെക്സ്റ്റ് MUYI അതിൽ 0.6 MU2 മൈനസ് 0.4 MU2. പിന്നെ നമ്മൾ ഈ മൈനസ് എടുക്കുന്നത് ഡബിൾ കർവേച്ചർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്ലോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഡബിൾ കർവേച്ചർ ആണെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അഡീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 0.6 ഇൻറ്റു MUY1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 30യും 20 ആണ് വരുന്നത്. അപ്പോൾ MU ഇൻറ്റു 30 മൈനസ് 0.4 ഇൻറ്റു 20 കിട്ടുന്ന വാല്യൂ 10 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. 10 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ എന്താണ് MUXIയും MUYIയും കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റെപ്പ് 4 കാൽക്കുലേഷൻ ഓഫ് അഡീഷണൽ മൊമെൻറ്റ്. കാൽക്കുലേഷൻ ഓഫ് അഡീഷണൽ മൊമെൻറ്റ്. അഡീഷണൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്കുണ്ട് ഓൾറെഡി. എന്താണ് MAX ഈസ് ഈക്വൽ ടു PU ഇൻറ്റു EAX ആൻഡ് MAY ഈസ് ഈക്വൽ ടു PU ഇൻറ്റു EAY എന്ന് പറയാം. അപ്പോൾ എന്താണ് MAX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് എന്താണ് PU ഇൻറ്റു DX ഡിവൈഡഡ് ബൈ 2000 LEX സ്ക്വയർ ഡിവൈഡഡ് ബൈ DX സ്ക്വയർ. ഓക്കെ, അതേപോലെ MAY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PU ഇൻറ്റു DY ഡിവൈഡഡ് ബൈ 2000 LEY ബൈ DY ഹോൾ സ്ക്വയർ. ഇങ്ങനെ രണ്ട് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു EAX EAYന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുക PU ഓൾറെഡി പോയി ഇത്ര ഭാഗം. പിന്നെ EAX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DX ബൈ 2000 ഇൻറ്റു LEX ബൈ DX സ്ക്വയർ. അതേപോലെ തന്നെ EAY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DY ഡിവൈഡഡ് ബൈ 2000 LEY ഡിവൈഡഡ് ബൈ DY ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ മാനുവൽ കാൽക്കുലേഷനിലോട്ട് പോകേണ്ട നമുക്ക് എന്താണ് EAXും EAYയും കറസ്പോണ്ടിങ് ടു അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് കിട്ടാനുള്ള ഒരു ചാർട്ട് ഉണ്ട് SP16. അതായത് ടു ഫൈൻഡ് EAX ആൻഡ് EAY ഫ്രം ടേബിൾ I of SP16 corresponding to its slenderness ratio. ഓക്കെ, അപ്പോൾ ആ ചാർട്ടിലോട്ട് പോവാം. ഇതാണ് ടേബിൾ I ഇൻ പേജ് നമ്പർ 106. അപ്പോൾ ഈ ചാർട്ടിൽ എന്താണ് അഡീഷണൽ എസെൻട്രിസിറ്റി ഫോർ സ്ലെൻഡർ കംപ്രഷൻ മെമ്പേഴ്സ്, ഇതിന് വേണ്ടിയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ LEX ബൈ D അല്ലെങ്കിൽ LEY ബൈ B കറസ്പോണ്ടിങ് ടു LAX ബൈ D ആൻഡ് LAY ബൈ B. അപ്പോൾ അതിലെന്താ നമ്മൾ സ്റ്റാൻഡേർഡൈസ് റേഷ്യോൻ്റെ വാല്യൂസ് എടുക്കുക. എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് എത്രയാണ് വന്നത് 15 ആണ് കിട്ടിയത്. 15 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് LAX ബൈ D കിട്ടിയത് എത്രയാണ് LEX ബൈ D നമുക്ക് 15ഉം കിട്ടി. അപ്പോൾ LAX ബൈ D എന്താണ് നമുക്ക് 0.113 കിട്ടും. അതേപോലെ നമുക്ക് നെക്സ്റ്റ് കിട്ടുന്നത് LEY ബൈ B കിട്ടുന്നത് എത്രയാണ് 16.66 ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ രണ്ട് വാല്യൂസ് അതായത് 16ൻ്റെയും 17ൻ്റെയും രണ്ട് വാല്യൂസ് എടുത്തിട്ട് അത് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക
നമുക്ക് എൽ ഇ അതായത് ഇ എ വൈ ബൈ ബി നമുക്ക് എന്നാലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്താണ് അതിലോട്ട് പോകാം. അത് പേജ് നമ്പർ 106 SP16. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് വാല്യൂസ് കിട്ടി. അതായത് ഇപ്പോൾ LEX/DX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? LEX/DX 15 ആണ് കിട്ടിയത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് EAX/DX കിട്ടുന്നത് എത്രയായിരുന്നു? ഈക്വൽ ടു 0.113 എന്ന് കിട്ടി. അപ്പോൾ EAX എത്രയാണ്? DX 0.113 ഇൻറ്റു DX 400 ആണ്. അപ്പോൾ എന്താ 0.113 ഇൻറ്റു 400 ഈസ് ഈക്വൽ ടു 45.2 mm. അങ്ങനെ ഇത് കിട്ടും. ഇനി LEY/DY ഈസ് ഈക്വൽ ടു 16.67 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അത് ഇൻ്റർപോളേറ്റ് ചെയ്യണം. അപ്പോൾ 16 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? 16 കറസ്പോണ്ടിങ് ആയിട്ട് 128ഉം 17 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 0.145 ആണ് കിട്ടുന്നത്. നമുക്ക് വേണ്ട 16.67 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യാണ്. അതായത് ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ 0.128 ഇവിടെ നമുക്ക് 0.017 ഇവിടെ 16.67 ഇവിടെ 17 ഇവിടെ എക്സ് ആയിരിക്കും. അപ്പോൾ എത്രയാണ്? ഇവിടെ 0.67 ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 ഡിവൈഡഡ് ബൈ 0.017. അപ്പോൾ എക്സ് എത്ര കിട്ടും നമുക്ക്? എക്സ് ഈസ് ഈക്വൽ ടു 0.001139 എന്ന് കിട്ടും. അപ്പോൾ EAY/DY ഈസ് ഈക്വൽ ടു 0.128 പ്ലസ് 0.01139 ദറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.139 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ് വാല്യൂ വരുന്നത്? 0.139 എന്ന് കിട്ടും. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത വാല്യൂ ആണ്, അതങ്ങനെ കിട്ടും. അപ്പോൾ എന്തായി? EAX ഈസ് ഈക്വൽ ടു 0.139 ഇൻറ്റു 300. അത് എത്രയാണ്? 41.7 mm. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? EAXും കിട്ടി, EAYയും കിട്ടി. ഇനി നമുക്കതെന്താണ്? MAX ഈസ് ഈക്വൽ ടു P ഇൻറ്റു EAX ഈക്വൽ ടു 1500 ഇൻറ്റു 45.2. ഇറ്റ് ഈസ് ഈക്വൽ ടു 67.8 ഇൻറ്റു 10⁻³ Newton meter. That is equal to 67.8 kilonewton meter. Is equal to PU into EAY is equal to 1500 into എത്രയാണ്? 41.7. that is equal to 63 kilonewton meter എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ MAXും കിട്ടി, MAYയും കിട്ടി. ഇനി അടുത്തത് എന്താണ് നമുക്ക് നോക്കാനുള്ളത്? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ് അല്ലേ. സ്റ്റെപ്പ് 6 മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്തായിരുന്നു? നമ്മളൊരു സർട്ടൺ വാല്യൂ കൊണ്ട് ഈ MAX ഡിവൈഡ് ചെയ്യും. കാരണം അതെന്തായാലും 1നേക്കാട്ടിലും ലെസ് ദാൻ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. നമ്മൾ അഡീഷണൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ഒരു വാല്യൂയിലോട്ട്. ഓക്കെ, അപ്പോൾ അത് വേണ്ടിയിട്ട് നമുക്ക് കെയുടെ ഇക്വേഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ വേണം. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ വരുന്നത്. കെ ഈസ് ഈക്വൽ ടു PUZ മൈനസ് PU, PUZ മൈനസ് PB. അപ്പോൾ ഇതിൽ നമുക്കറിയാത്ത വാല്യൂസ് എന്തൊക്കെയാണ്? PUZ നമുക്കറിയില്ല, അതേപോലെ PB നമുക്കറിയില്ല. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ PUZ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചാർട്ട് നമ്പർ 63 യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ PB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലോസസ്, അതായത് ക്ലോസസ് അല്ല, നമുക്ക് SP16 തന്നെ അതിനുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. K ഈസ് ഈക്വൽ ടു എന്താണ്? PUZ മൈനസ് PU ഡിവൈഡഡ് ബൈ
പി യു സെഡ് മൈനസ് പി ബി അത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ പി യു സെഡിൻ്റെ ഇക്വേഷനും നമുക്കറിയാം. എന്താണ് പി യു സെഡ് ഈസ് ഈക്വൽ ടു 0.45 എഫ് സി കെ എ സി പ്ലസ് 0.75 എഫ് വൈ എ സി. പക്ഷെ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ചാർട്ട് എടുക്കാം. ആ ചാർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, ഫസ്റ്റ് നമ്മളൊരു ട്രയൽ റീഇൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജ്, അതായത് പി ടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അസ്യൂം ചെയ്യണം ഫസ്റ്റ്. ആൻഡ് നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അതായത് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ റീഇൻഫോഴ്സ്മെൻറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്ന ഒരു കോളാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡബിൾ കർവേച്ചർ ആകുമ്പോൾ നമുക്ക് എന്താണ് അതായത് ഈക്വലി 4 സൈഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റീഇൻഫോഴ്സ്മെൻറ്റ്സ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം എ ട്രയൽ റീഇൻഫോഴ്സ്മെൻറ്റ് പി ടി ഈസ് ഈക്വൽ ടു 3% എന്ന് അസ്യൂം ചെയ്യുക, വിച്ച് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചാർട്ട് നമ്പർ 63 എടുക്കുകയാണ്. ചാർട്ട് നമ്പർ 63 SP16. ഇതാണ് ചാർട്ട് നമ്പർ 63. വാല്യൂസ് ഓഫ് ദ വാല്യൂസ് ഓഫ് പി യു സെഡ് ഫോർ കംപ്രഷൻ മെമ്പേഴ്സ്. അതിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു, 3% ആണ്. നമുക്ക് തന്നിട്ടുള്ളത് FE415 സ്റ്റീലാണ്, M30 കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി യു സെഡ് ബൈ എ ജി നമ്മൾ എന്താണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 3 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് നമ്മൾ ഇതിന്മേൽ പോയിട്ട് 415 450 നിന്ന് നമ്മൾ എന്താണ് M30 പോയി. M30 നിന്ന് നമുക്ക് എത്രയാണ്, ഒരു 22 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് കിട്ടുക, അല്ലേ? നമുക്കത് 22.5 എന്നെടുക്കാം. 22.5 തന്നെയാണ് ഓൾമോസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്താണ് പി യു സെഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക 22.5. റെഫറിങ് ടു ചാർട്ട് 63 ഓഫ് SP16, പി യു സെഡ് by AG corresponding to into PT is equal to 3%. PT is equal to 3%. എത്രയാണ് കിട്ടിയത്? പി യു സെഡ് ബൈ എ ജി 22.5 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മളെന്താണ് പി യു സെഡ് കണ്ടുപിടിക്കണം. പി യു സെഡ് ഈസ് ഈക്വൽ ടു 22.5 ഇൻറ്റു എ ജി. എ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300/400 ആണ്. അപ്പോൾ എത്ര വാല്യൂ കിട്ടുന്നത്? 2700 kN എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് പി യു സെറ്റിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പി ബിയുടെ വാല്യൂ ആണ്. ഓക്കെ, പി ബിയുടെ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഇതാണ് പി ബിൻ്റെ എന്താണ് പി ബിയുടെ വാല്യൂസ് കിട്ടാൻ വേണ്ടി നമുക്കുള്ള ടേബിൾ നമ്പർ 60. അതിലെന്താണ് സ്ലെൻഡർ കോളം മെമ്പേഴ്സ് വാല്യൂസ് ഓഫ് പി ബി. അതിൽ റെക്ടാങ്കുലർ കോളം എടുക്കുക. റെക്ടാങ്കുലർ കോളത്തിൽ പറഞ്ഞതാണ് പി ബി ഡിവൈഡഡ് ബൈ എഫ് സി കെ ബി ഡി ഈസ് ഈക്വൽ ടു K1 + K2 + P/FCK. ഓക്കെ, ഇത്ര തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് K1ഉം K2ൻ്റെ വാല്യൂ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടണം. അപ്പോൾ K1ഉം K2ൻ്റെയും വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് D'/D ആണ്. അപ്പോൾ ആദ്യം D'/D കണ്ടുപിടിക്കണം. അത് വിത്ത് എക്സ് ആക്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും വൈ ആക്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും നമുക്ക് കിട്ടണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് K1 എടുക്കുക. K1x ഉണ്ടാവും, K1y ഉണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് എടുക്കുക. K2x K2y ഒക്കെ ഇതിൽ നിന്ന് എടുക്കുക. D'/dy എടുത്തിട്ടും D'/dx എടുത്തിട്ടൊക്കെ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ വാല്യൂസ് എടുക്കുക. അത് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ടു ഫൈൻഡ് വാല്യൂ ഓഫ് പി ബി അല്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? D' വേണം ഫസ്റ്റ്. അപ്പോൾ D' വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്ലിയർ കവർ 40 mm എന്നും
ഡയാമീറ്റർ ഓഫ് ദി ബാർ, അതായത് മെയിൻ ബാറിൻ്റെ ഡയമീറ്റർ 25 mm എന്നും നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഡി ഡാഷ് എത്രയാണ്, 40 + 22 25/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 52.5. അപ്പോൾ എന്താണ്, ഡി ഡാഷ് ഈക്വൽ ടു 52.5. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഡി ഡാഷ് ബൈ ഡി എക്സും വേണം, ഡി ഡാഷ് ബൈ ഡി വൈയും വേണം. ഡി ഡാഷ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 52.5 ഡിവൈഡഡ് ബൈ 400, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.13. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.15 എടുക്കാം. അതേപോലെ ഡി ഡാഷ് ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു 52.5 ഡിവൈഡഡ് ബൈ 300, അത് 0.175 എന്നിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.20 എന്നെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്തായി, നമുക്ക് ഡി ഡാഷ് ബൈ ഡി എക്സും ഡി ഡാഷ് ബൈ ഡി വൈൻ്റെയും വാല്യൂ കിട്ടും. ഇനി നമ്മൾ എന്താണ്, നമ്മുടെ ടേബിൾ റെഫർ ടേബിൾ നമ്പർ 60 ഓഫ് SP16, പേജ് നമ്പർ 171. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ, PB ബൈ FCK dx dy is equal to K1 plus K2 P by FCK. അപ്പോൾ K1 നമ്മൾ എന്താണ്, ഡി ഡാഷ് ബൈ ഡീനെ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഡി ഡാഷ് ബൈ ഡി എക്സിന് കറസ്പോണ്ടിങ് 0.15ൻ്റെ വാല്യൂ എടുക്കുമ്പോൾ, അതായത് ഡി ഡാഷ് ബൈ ഡി ഈസ് ഈക്വൽ ടു 0.15 ആകുമ്പോൾ K1 നമുക്ക് കിട്ടുക 0.196 എന്നും K2 ഈസ് ഈക്വൽ ടു 0.203 എന്നും കിട്ടും. അതേപോലെ ഡി ഡാഷ് ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു 0.2നെ ബേസ് ചെയ്യുമ്പോൾ K1 ഈസ് ഈക്വൽ ടു 0.184 എന്നും K2 ഈസ് ഈക്വൽ ടു 0.028 എന്നും കിട്ടും. ഓക്കെ, അതിന് നമുക്ക് എന്താണ്, രണ്ട് കേസിലുള്ള K1ൻ്റെയും K2ൻ്റെയും വാല്യൂ കിട്ടുകയാണ്. ഇനി നമ്മൾ എന്താണ്, PBX, ഓക്കെ, PBX എടുക്കുകയാണ്. അത് ഈസ് ഈക്വൽ ടു 0.19, അതായത് K1 196, K1 ഈസ് ഈക്വൽ ടു 196 എടുക്കുക പ്ലസ് 0.203 ഇൻറ്റു PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 3% ആണ്, ഡിവൈഡ് ബൈ FCK 30 ഇൻറ്റു, അതായത് PB ഡിവൈഡ് ബൈ FCK DX DY എന്നാണ്, FCK 30 ഇൻറ്റു 400/300. അപ്പോൾ PBX നമുക്ക് കിട്ടുക 778.68 kN എന്ന് കിട്ടും. അതേപോലെ PBY ഇതേപോലെ തന്നെ 0.184 പ്ലസ് 0.028 ഇൻറ്റു 3/30 ഇൻറ്റു ഓൾ മൾട്ടിപ്ലൈഡ് ബൈ 30 ഇൻറ്റു 400/300, നമുക്ക് കിട്ടുക 672.48 kN എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളെന്താണ്, K കണ്ടുപിടിക്കണം, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. അതായത് K നമുക്ക് എന്താണ്, രണ്ട് വാല്യൂസ് ഉണ്ട്, KX ഉണ്ട് KY ഉണ്ട്. ഫസ്റ്റ് K കണ്ടുപിടിക്കുമ്പോൾ PUZ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, ഡിവൈഡ് ബൈ PU ഡിവൈഡ് ഇൻറ്റു PUZ മൈനസ് PBX. അപ്പോൾ PUZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, 2700 ആണ് കിട്ടിയത്. PU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 ആണ്. PUZ 2700 മൈനസ് 778.68 കിട്ടും. അത് എത്രയാണ്, 0.625 എന്ന് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഓക്കെ ആണ്. അതേപോലെ KY ഈസ് ഈക്വൽ ടു PUZ മൈനസ് PU ഡിവൈഡഡ് ബൈ PUZ മൈനസ് PBY ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2700 മൈനസ് 1500 ഡിവൈഡഡ് ബൈ 2700 മൈനസ് 672.48 ഈക്വൽ ടു 0.592 എന്ന് കിട്ടും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ലെസ് ദാൻ 1. അപ്പോൾ അതും ഓക്കെ ആണ്. ഇനി എന്താണ്, നമ്മൾ റെഡ്യൂസ്ഡ് അഡീഷൻ മൊമെൻ്റ് കണ്ടുപിടിക്കുക, അതായത് സ്റ്റെപ്പ് 7. അപ്പോൾ എന്താണ്, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിട്ടി. ആ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മൾ എന്താണ്, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള MAX ആയിട്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മോഡിഫൈഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് അഡീഷണൽ മൊമെൻ്റ്, that is equal to MAX M is equal to MAX into KX.
ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ എക്സ് എത്ര കിട്ടിയത് 67.8 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. അത് ഇൻറ്റു 0.625 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 42.38 കിലോ ന്യൂട്ടൺ. ഓക്കെ, നെക്സ്റ്റ് എം എ വൈ ഇസ് മോഡിഫൈഡ് ഈസ് ഈക്വൽ ടു എം എ എക്സ് ഇൻറ്റു കെ വൈ ഈസ് ഈക്വൽ ടു 62.5 ഇൻറ്റു 0.592 ദാറ്റ് ഈസ് ഈക്വൽ ടു 37.03 കിലോ ന്യൂട്ടൺ. അതിനെന്താണ് നമുക്ക് മോഡിഫൈഡ് ആയിട്ടുള്ള അഡീഷണൽ മൊമെൻറ്റും കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 8 ഈസ് ഈക്വൽ ടു എന്താണ് കാൽക്കുലേഷൻ ഓഫ് മൊമെൻറ്റ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി. ഓക്കെ, എക്സെൻട്രിസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എം യു എക്സ് മിനിമം ഈസ് ഈക്വൽ ടു പി യു ഇൻറ്റു ഇ എക്സ് മിനിമം. അപ്പോൾ മൊമെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ, അതായത് എം യു എക്സ് ഈക്വൽ ടു പി യു ഇൻറ്റു ഇ എക്സ് മിനിമം. അപ്പോൾ പി യു എത്രയാണ് 1500 ആണ്. ഇ എക്സ് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27.33 mm ആണ്. അതിൻ്റെ മീറ്റർക്കാക്കാൻ വേണ്ടി 10⁻³ കൊണ്ട് ഇൻറ്റു ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.995 ദാറ്റ് ഈസ് ഈക്വൽ ടു 41 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതേപോലെ എം യു വൈ മിനിമം ഈസ് ഈക്വൽ ടു പി യു ഇൻറ്റു ഇ വൈ മിനിമം ആൻഡ് പി യു എത്രയാണ് 1500 ആണ്. ഇ വൈ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടിയ 24 ആയിരുന്നു. 24 ഇൻറ്റു 10⁻³ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുക 36 ഇൻറ്റു 36 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അതിനെന്താണ് എം യു എക്സ് എം യു മിനിമം കിട്ടും. ഇത് നമുക്ക് എന്താണ് ഓൾറെഡി നമുക്ക് എന്താണ് ഒരു ഇനീഷ്യൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യൽ മൊമെൻറ്റ് അതല്ലെങ്കിൽ പ്രൈമറി മൊമെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എന്താണ് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ. എടുക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതായത് എം യു എക്സ് ഐ ആൻഡ് എം യു എക്സ് വൈ ഐ എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. 50 കിലോ ന്യൂട്ടണും 10 കിലോ ന്യൂട്ടണും കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള മിനിമം വാല്യൂവും ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, എക്സെൻട്രിസിറ്റി കൊണ്ട് ഉണ്ടാകുന്ന മൊമെൻറ്റും ആ മൊമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യൽ മൊമെൻ്റ് ആയിട്ട് എടുക്കേണ്ടത് ഇതിലെ രണ്ടിലും ഗ്രേറ്റർ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ മൊമെൻ്റ് എന്തായി അതായത് എം യു എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ അല്ല, അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് ഇവിടെ കിട്ടിയതുകൊണ്ട് നമുക്ക് എന്താണ് 41 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് എടുക്കണം. അതേപോലെ എം യു വൈ ഐ ഈസ് ഈക്വൽ ടു 36 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് എടുക്കണം. എങ്ങനെയാണ് അത് എടുക്കുന്നത്? കമ്പയർ ഇനീഷ്യൽ മൊമെൻറ്റ് calculated and moment due to minimum eccentricity. Okay, അതിൽ നിന്ന് we have to adopt greater value from it. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് നമുക്ക് എം യു എക്സ് ഐ അല്ലെങ്കിൽ എം യു വൈ ഐ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് വാല്യൂസും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 9 നമ്മൾ അഡീഷണൽ മൊമെൻറ്റും ഇനീഷ്യൽ മൊമെൻറ്റ് എന്തായി 41 കിലോ ന്യൂട്ടൺ 36 കിലോ ന്യൂട്ടൺ. അഡീഷണൽ മൊമെൻറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 42.38 37.38 നമ്മൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള അഡീഷണൽ മൊമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റ് പ്ലസ് എത്രയാണ് അഡീഷണൽ മൊമെൻറ്റ്. അപ്പോൾ എം യു എക്സ് ടി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ മൊമെൻറ്റ് എത്രയാണ് 41 പ്ലസ് അഡീഷണൽ മൊമെൻറ്റ് എക്സ് എത്രയായിരുന്നു 42.38 ദാറ്റ് ഈസ് ഈക്വൽ ടു 83.38 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. എം യു എക്സ് കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. എം യു എക്സ് ടി എം യു വൈ ടി ഈസ് ഈക്വൽ ടു
എത്രയാണ് YI എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് 36 ആണ്. അതേപോലെ അഡീഷണൽ മൊമെൻറ്റ് ഇൻ Y ആക്സിസ് നമുക്ക് കിട്ടിയത് റെസ്പെക്ട് ടു Y ആക്സിസ് നമുക്ക് കിട്ടിയത് 37.03 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 73.03 kN/m. നമുക്ക് എന്താണ് ഫൈനൽ വാല്യൂസ് കിട്ടി. ഓക്കെ, ഫൈനലായിട്ടുള്ള ടോട്ടൽ മൊമെൻറ്റ്, അതായത് ടോട്ടൽ മൊമെൻറ്റ് ഇനീഷ്യലും അഡീഷണലിൻ്റെയും സമ്മ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 10 ആണ്. അതായത് എന്താണ് ചെക്ക് ഫോർ ബൈആക്സിയൽ ബെൻഡിങ്. അതായത് സ്റ്റെപ്പ് 10 ചെക്ക് ഫോർ ബൈആക്സിയൽ ബെൻഡിങ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ബൈആക്സിയൽ ബെൻഡിങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതായിരുന്നു? ഇതാണ് ബൈആക്സിയൽ മൊമെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നമുക്ക് ഓൾറെഡി MU Xഉം MU Yയും നമുക്ക് ഓൾറെഡി കിട്ടി. അതാണ് എന്താണ് MU XTയും MU YTയും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള MU X1ഉം MU Y1ഉം കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് എന്താണ് ഇതിൽ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഫ എന്നിൻ്റെ വാല്യൂസ് എടുത്തിട്ടല്ല, നമ്മൾ ചാർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് PU/PZൻ്റെ വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്താണ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അതിലോട്ട് പോകാം. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ചാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് വേണ്ടത് MU X1ഉം MU Y1ഉം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ MU X1 കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ PUവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് MU X1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DXും DY ഒക്കെ കറസ്പോണ്ടിങ് എടുത്തിട്ട് നമുക്ക് നോക്കാം. അതിൽ PU എത്രയാണ് നമുക്ക് 1500. അതിൽ FCK DX DY is equal to 1500 into 10⁻³ divided by 30 into DX എത്രയാണ് 400, DY is equal to 300. നമുക്ക് എത്ര കിട്ടും 0.42 എന്ന് കിട്ടും. പിന്നെ എന്താണ് D'/DX? D'/DI 52.5 ആണ്. ഓൾറെഡി നമുക്ക് കിട്ടിയ വാല്യൂ ആണ്. ഈസ് ഈക്വൽ ടു 0.13, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.15 എടുക്കാം. പിന്നെ PT/FCK ദാറ്റ് ഈസ് ഈക്വൽ ടു 3/30 ഈസ് ഈക്വൽ ടു 0.1. ഇത് നമ്മൾ ചാർട്ട് 45 എടുക്കുക. ഞാൻ എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. അതിൽ നമുക്ക് MU X1 ഡിവൈഡഡ് ബൈ FCK DY DX² ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു BD² ആണല്ലോ. അപ്പോൾ B എന്ന് പറഞ്ഞാൽ DYയും DX² എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും D വരിക. അപ്പോൾ MU X1 നമുക്ക് എന്താ കിട്ടുക, ഈ ഒരു വാല്യൂ ദിസ് ഈസ് ഈക്വൽ ടു 0.11 എന്ന് കിട്ടും നമുക്ക് ചാർട്ടിൽ നിന്ന്. അങ്ങനെ MU X1 ഈസ് ഈക്വൽ ടു 0.11 ഇൻറ്റു FCK 30 ആണ്, DY 300 ആണ്, DX എന്ന് പറഞ്ഞാൽ 400². ഇറ്റ് ഈസ് ഈക്വൽ ടു 158.4 kN/m. ഓക്കെ, ഇത് നമ്മളെ MU XTനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കണം അല്ലേ. MU XTനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് ആ കേസ് ഓക്കെ ആണ്. ഇനി നമുക്ക് MU Y1 കണ്ടുപിടിക്കണം അല്ലേ. MU Y1 കണ്ടുപിടിക്കണം. MU Y1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PU/FCK DX DY സെയിം തന്നെയാണ് കിട്ടുക 0.42. പിന്നെ D'/DY നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ് 0.17 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് 0.2 എടുത്തു. ഇനി PT/FCK അതും സെയിം ആണ് 0.1. ഓക്കെ, ഇനി MU Y1 ഈ ചാർട്ടൊക്കെ നോക്കിയിട്ട് ഏതാ സെലക്ട് ചെയ്യുക. FCK ഇൻറ്റു DX ഇൻറ്റു DY² ആണ് എടുക്കുക, 0.095 എന്ന് കിട്ടും. അപ്പോൾ MU Y1 ഈസ് ഈക്വൽ ടു 0.095 ഇൻറ്റു 30 ഇൻറ്റു 400 ഇൻറ്റു 300². ഓക്കെ, അതും കിട്ടി. അങ്ങനെ ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടുക 102.6 kN/m എന്ന് കിട്ടും. അത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ MU YT. എത്രയാണ് MU YT? നമുക്ക് 73.03 ആണ് കിട്ടിയത്. അപ്പോൾ അത് ഓക്കെ ആണ്, 102നെക്കാട്ടിലും സ്മോളർ വാല്യൂ ആണത്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, MU(y)(x1) കിട്ടി, MU(y1) കിട്ടി, MU(x) നമുക്ക് ഓൾറെഡി അറിയാം, MU(y) നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മളെന്താണ് ചാർട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണ് ഇതിൻ്റെയൊക്കെ റേഷ്യോസ് കണ്ടുപിടിക്കുക. അതായത് MU(x) ഡിവൈഡഡ് ബൈ MU(x). ഇപ്പോൾ XT ആണ്, MU(x) എന്ന് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. MU(x1) എത്രയാണ് കിട്ടുന്നത്? ഇവിടെ MU(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 83.38 ഡിവൈഡഡ് ബൈ 158.4 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 0.53 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ MU(y) ഡിവൈഡഡ് ബൈ MU(y1) ഈസ് ഈക്വൽ ടു 73.03, 102.6 ഈസ് ഈക്വൽ ടു 0.71. അതേപോലെ എന്താണ് നമുക്ക് PU/PUZ വേണം. PUZ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ PU എന്ന് പറഞ്ഞാൽ 1500, PUZ 2700, 0.56 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫ്രം ദി ചാർട്ട് 64, ചാർട്ട് നമ്പർ 64 എടുക്കുക. ഫ്രം ചാർട്ട് MU(x) by MU(x1) corresponding to MU(y) by MU(y1) is equal to 0.171 and PU/PZ is equal to 0.56. എത്രയാണ് കിട്ടുന്നത് നോക്കാം. നമുക്ക് ചാർട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ചാർട്ട്. ഈ ചാർട്ടിൽ നമുക്ക് കറസ്പോണ്ടിങ് ടു MU(y) ഡിവൈഡഡ് ബൈ MU(1) ഈസ് ഈക്വൽ ടു 0.71. അതായത് 0.71 ഏകദേശം ഇവിടെ നമ്മൾ PU/PZ എന്ന് പറഞ്ഞാൽ 0.56 ആണ്. അപ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും വാല്യൂ കിട്ടുക. ഇവിടെയാണ്. അവിടുന്ന് താഴോട്ടെടുക്കുക. എത്ര കിട്ടുന്നത്? 0.56 കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാണ്? 53 കിട്ടിയല്ല, കൂടുതലാണ് വാല്യൂ കിട്ടിയത്. അപ്പോൾ ആക്ച്വൽ വാല്യൂ 0.53 ആകുമ്പോൾ ഓക്കെ. ആക്ച്വൽ വാല്യൂ ഈസ് ഈക്വൽ ടു 0.53 ആണ്. അപ്പോൾ ഇതിനെക്കാട്ടിലും ഗ്രേറ്റർ വാല്യൂ ആണ് കിട്ടിയതെന്നുള്ളത് കൊണ്ട് എന്താണ് ഓക്കെയാണ്. നമ്മൾ ആ ആക്ച്വൽ വാല്യൂ ഇതപ്പോൾ ഓക്കെയാണ്. അപ്പോൾ എന്താണ് പറയാൻ പറ്റുക? നമുക്ക് 3% അസ്യൂംഡ് PT ഈസ് സാറ്റിസ്ഫാക്ടറി എന്ന് പറയാൻ പറ്റും. ഓക്കെയാണ്, ആ കാര്യത്തിൽ ഓക്കെയാണ്. അപ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് AST കണ്ടുപിടിക്കണം, അതായത് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 11 ഈസ് ഈക്വൽ ടു AST കണ്ടുപിടിക്കാനാണ്. AST ഈസ് ഈക്വൽ ടു PT ഇൻറ്റു AG ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ PT എത്രയാണ്? 3 ഇൻറ്റു AG എന്ന് പറഞ്ഞാൽ 400/300 ഡിവൈഡഡ് ബൈ 100. ദറ്റ് ഈസ് ഈക്വൽ ടു 3600 mm² എന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് ബാർസ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 3600 ഡിവൈഡഡ് ബൈ നമ്മൾ 25 mm ബാസ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ 3600 ഡിവൈഡഡ് ബൈ എത്രയാണ്? ഈ വാല്യൂ ഇട്ട് 8 നമ്പേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഓക്കെ, AST കിട്ടി, N കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് സ്റ്റെപ്പ് 12 എന്താണ്? ലാറ്ററൽ ടൈസ്. ഡിസൈൻ ഫോർ ലാറ്ററൽ ടൈസ്. ഓക്കെ, അപ്പോൾ ലാറ്ററൽ ടൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് പിച്ച് കണ്ടുപിടിക്കണം. പിച്ച് എന്തൊക്കെയായിരുന്നു? മിനിമം ഓഫ് ലീസ്റ്റ് ഡയമെൻഷൻ that is equal to 300. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ദറ്റ് ഈസ് ഈക്വൽ 16 ഇൻറ്റു 25 ആണ്. ദറ്റ് 400 ആണ്. പിന്നെ 300. അപ്പോൾ ഇതിൽ മിനിമം വാല്യൂ 300 ആണ്. പിച്ച് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡയമീറ്റർ മാക്സിമം ഓഫ് 1/4 of the largest longitudinal diameter, largest longitudinal diameter that is equal to 1/4 into 25. നമുക്കത് 66.25 എന്ന് കിട്ടും. പിന്നെയുള്ളത് 6 mm. നമ്മളെന്താണ് 8 mm എടുക്കുന്നു.
അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 8 mm dia bars to be provided at 300 mm center to center. ഓക്കെ, അങ്ങനെയാണ് ലാറ്ററൽ ടൈസ് ഇട്ടുന്നത്. എന്താണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് റീറ്റെയിലിംഗ് ചെയ്യാം അല്ലേ. ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ 400 by 300 ആണ്. നമ്മളെന്താണ് ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് എന്താണ് 8 ബാർസാണുള്ളത്. 4 സൈഡ്സിലായിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ സൈഡിലും 3 വെച്ചിട്ട് വരുന്ന രീതിയിൽ 1 2 3 4 5 6 7 8 നമ്പേഴ്സ് ഓഫ് ബാർസ് വരുന്നുണ്ട്. 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയാ ബാർസ് വരുന്നുണ്ട്. അതേപോലെ എന്താണ് നമുക്ക് ടൈസ് കിട്ടിയത് 8 mm ഡയാ ബാർസ് അറ്റ് 300 സെൻറ്റർ ടു സെൻറ്റർ. പിന്നെ ഡി ഡാഷ് ഒക്കെ മാർക്ക് ചെയ്യുക. ഡി ഡാഷ് എത്രയായിരുന്നു? നമുക്ക് 40 ആണ്, 40 mm. അതേപോലെ എല്ലാം മാർക്ക് ചെയ്യുക. നമുക്ക് കിട്ടിയ വാല്യൂസ് എന്തൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻസ് ആണ്. അതായത് നെക്സ്റ്റ് മൊഡ്യൂളിലോട്ട് കടക്കാൻ പോവുകയാണ്.